ആനിക്കാട് പഞ്ചായത്തിലെ കാവനാൽക്കടവ് ചേലക്കൊമ്പ് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത. റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. സംസ്ഥാനത്ത് പശ്ചാത്തല വികസന മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുന്നതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നവീകരണം പൂർത്തിയായ ആനിക്കാട് പഞ്ചായത്തിലെ കാവനാൽക്കടവ് നെടുങ്കുന്നം റോഡിന്റെ പല ഭാഗത്തുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി വെള്ളക്കെട്ട് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്. ഇതുകൂടാതെ റോഡിന്റെ പല ഭാഗങ്ങളിലും ഐറിഷ് ഓടകളും സ്ഥാപിച്ചിട്ടില്ല. ടാർ ചെയ്ത് റോഡ് ഉയർന്നപ്പോൾ സൈഡ് വശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുമില്ല. ഇതും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചപ്പോൾ റോഡുകളെ കുറിച്ച് വാചാലനായിരുന്നു. എന്നാൽ കാവനാൽക്കടവ് ചേലക്കൊമ്പ് റോഡിന്റെ നിർമ്മാണത്തിലെ പൂർത്തീകരണമില്ലായ്മ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 4.12 കോടി രൂപ മുടക്കിയാണ് ഈ റോഡ് ഉന്നത നിലവാരത്തിൽ പണിതത്. 5.5 മീറ്റർ കാരിയേജ് വേ വീതി കൂട്ടി BM and BC നിലവാരത്തിൽ ഇപ്പോൾ റോഡ് നവീകരിച്ചത്. ഇതുകൂടാതെ 5 കലുങ്കുകൾ, അതിന് അനുബന്ധമായി കോൺക്രീറ്റ് ഓടകൾ, ഐറിഷ് ഓടകൾ, ഇന്റർലോക്ക് പേവിംഗ് ടൈലുകൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നീ സംവിധാനത്തോടെയാണ് റോഡ് നവീകരിച്ചിരിക്കുന്നത്. എന്നാൽ അശാസ്ത്രീയമായ പല കാരണങ്ങളും ജനങ്ങളുടെ യാത്രയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്.